പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടും കർത്താവിൽ നിന്ന് കേൾക്കാനും പ്രാപിക്കുവാനും ഒരവസരം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകി. പ്രശ്ന സങ്കീർണമായിട്ടുള്ള ഒരു ലോകത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. പെട്ടെന്നുള്ള അപകടങ്ങൾ, പെട്ടെന്നുള്ള അനർത്ഥങ്ങൾ, രോഗങ്ങൾ, അതുപോലെ അസമാധാനം, അസന്തുഷ്ടി, ഇങ്ങനെ നിറയപ്പെട്ട ഈ ലോകത്തിൽ കർത്താവിൻ്റെ കൃപയാൽ ഓരോ ദിവസവും അത്ഭുതകരമായി നമ്മെ നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നന്ദി പറയാം. പറഞ്ഞു തീരാത്ത എല്ലാ ഉപകാരങ്ങൾക്കും കർത്താവിന് നന്ദി പറയാം. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നമ്മെ നടത്തി. ആമേൻ. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതകൾക്കും ഒരുമിച്ച് നന്ദി പറയാം. കഴിഞ്ഞുപോയ എപ്പിസോഡുകളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ, സാക്ഷ്യങ്ങൾ ഒത്തിരി ഞങ്ങൾക്ക് പ്രചോദനമായി തീർന്നു. തുടർന്നും ഈ ശുശ്രൂഷകൾ നിങ്ങളുടെ മധ്യത്തിൽ എത്തിക്കുവാൻ നിങ്ങൾ വളരെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, ദൈവ സാന്നിധ്യത്തിൽ, ദൈവത്തിൽ നിന്ന് കേട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് ഈ സന്ദേശങ്ങൾ എത്തിക്കുവാൻ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി തീരേണ്ടതിനായി ദൈവമക്കൾ ഓരോരുത്തരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ കടമപ്പെട്ടവരാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ അറിയിക്കുകയും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ ഞങ്ങളെ വിളിച്ചറിയിക്കുകയും ചെയ്യണം. അത് കൂടുതൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമായി മാറും, വളരെ സന്തോഷകരമായി മാറും. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ സമയത്ത് ലോകരാഷ്ട്രങ്ങളിൽ പലയിടങ്ങളിലും ദൈവജനം വളരെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെ ആ ഭീകരാവസ്ഥയ്ക്കകത്ത് പല രാജ്യങ്ങളും വളരെ വിഷമ ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ജോലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും അവരുടെ കുഞ്ഞുങ്ങളുടെ പല വിഷയങ്ങൾക്കകത്താണെങ്കിലും വളരെ പ്രയാസകരമായ ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെ പലരും കടന്നു പോകുന്നതായിട്ട് കേൾക്കാനും പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയുവാനും ഒക്കെ ഇടയായി തീർന്നു. പരിശുദ്ധാത്മാവ് അവിടെ എല്ലാം അവർക്ക് ആശ്വാസവും കരുതലും ഒക്കെ കർത്താവ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ നിർഭയമായിരിക്കും എന്നുള്ള ദൈവവചനത്തിൻ്റെ മുൻപിൽ, ഞാൻ അവർക്കൊരു തീമതിലായിരിക്കും എന്നുള്ള ദൈവവചനത്തിൻ്റെ മുൻപിൽ, ഞാൻ അവർക്കൊരു പട്ടാളമായിരിക്കും എന്നുള്ള ദൈവവചനത്തിൻ്റെ മുൻപിൽ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളിപ്പോൾ ആയിരിക്കുന്നിടത്ത്, ദൈവജനമായിരിക്കുന്നിടത്ത് ഒരു വലിയൊരു കോട്ടയായി, കാവലായി കൂടെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടുകൂടെ, വളരെ ഒരുക്കത്തോടുകൂടെ ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. ഈ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കൃത്യമായും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് അടുത്തു വന്ന് നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ നമ്മെ വിടുവിക്കുവാൻ, നമ്മെ സൗഖ്യമാക്കുവാൻ, നമ്മെ പുറത്തെടുക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. ഇല്ലായ്മയിൽ നിന്ന് എല്ലാം ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൻ്റെ വചനം, ഞാൻ അവരെ വചനം അയച്ച് സൗഖ്യമാക്കും എന്ന ദൈവത്തിൻ്റെ വചനം, ഇരുവാഴ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്, ആ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നത്, ആ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത്, ആ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നതൊക്കെ വളരെ ഭാഗ്യവും അനുഗ്രഹവുമാണ്. അതുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷവാനാണ്. ആമേൻ. അതൊരു വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ വിടുതലായി മാറേണ്ടതിനായിട്ട് വളരെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിശ്ചയമായിട്ടും ഇന്നത്തെ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഏത് തകർന്നിരിക്കുന്ന വിഷയങ്ങളാണെങ്കിലും അതിനെ പണിതെടുക്കുന്ന ഒരു പകലായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മാനസികവും ശാരീരികമായിട്ടുള്ള വിഷയങ്ങൾക്കകത്ത് ഒരു വലിയ ഹീലിംഗ്, വലിയൊരു സൗഖ്യം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു പക്ഷിയെ പോലെ ചിറകടിച്ച് സ്വാതന്ത്ര്യത്തോടെ പുറത്തേക്ക് ഇറങ്ങുവാൻ കർത്താവ് ഇന്നത്തെ സന്ദേശത്തിലൂടെ ദൈവം നിങ്ങളെ ഇടയാക്കി തീർക്കുമാറാകട്ടെ. ആമേൻ. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ആ കാൽവരി ക്രൂശിൽ നൽകിയ ആ സ്വാതന്ത്ര്യം നിങ്ങളുടെ ആത്മീക ഭൗതിക മേഖലകളിൽ ശക്തമായിട്ട് വെളിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു തരും. ആകയാൽ അവൻ്റെ ദാസന്മാരായ നമ്മൾ എഴുന്നേറ്റ് പണിയും. ഈ ദിവസങ്ങളിൽ ശത്രു എന്തൊക്കെ തന്ത്രങ്ങൾ, പദ്ധതികൾ മെനഞ്ഞാലും ആമേൻ, അഭിഷേകമുള്ള ദൈവകൃപയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസനെ, ദാസിയെ, ദൈവത്തിൻ്റെ പൈതലെ നാം എഴുന്നേറ്റ് പണിയും.
ദൈവം നമ്മുടെ കാര്യങ്ങളെ സാധ്യമാക്കി തരും. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം, സമാധാനത്തിന്റെ ദൈവമോ അതിവേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം ഈ 16-ാം അധ്യായം 20-ാമത്തെ വാക്യം വളരെ പർട്ടിക്കുലർ ആയിട്ടുള്ള, വളരെ എൻകറേജ് ചെയ്യുന്ന, ഒന്നുകൂടെ നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവത്തിന്റെ വചനമാണ്. സമാധാനത്തിന്റെ ദൈവം. നമ്മുടെ ദൈവത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം കണ്ടോ? സമാധാനത്തിന്റെ ദൈവം. യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് പ്രവാചകന്മാർ പ്രവചിച്ചതും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ ദൈവം. ഹല്ലേലൂയ. സമാധാനത്തിന്റെ പ്രഭു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് എന്ന വണ്ണം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന വണ്ണം ചിന്തിക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു ചിന്താ വിഷയമാണ്. കാരണം മറ്റെന്ത് നമുക്ക് വില കൊടുത്ത് മേടിക്കാം. ഈ ലോകത്ത് വില കൊടുത്ത് മേടിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. ഇപ്പോൾ എല്ലാം നമുക്ക് വില കൊടുത്ത് മേടിക്കാം. സൂപ്പർ മാർക്കറ്റിലോട്ട് പോയാൽ, അല്ലെങ്കിൽ മാർക്കറ്റിലോട്ട് പോയാൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതിനെ വില കൊടുത്ത് മേടിക്കാനിടയായിത്തീരും. അതുപോലെ ഹോസ്പിറ്റലിലേക്ക് പോയാൽ ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരു രോഗങ്ങളിപ്പോൾ ഇല്ല. എല്ലാ രോഗങ്ങൾക്കും ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അതിൻ്റെതായ പ്രതിവിധികൾ ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് നമ്മൾ പോയാലും എന്ത് രോഗങ്ങൾക്കും അവിടെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ മാർക്കറ്റിലോട്ട് ഇറങ്ങിയാൽ നമുക്ക് എന്താണോ ആവശ്യം അത് നമുക്ക് മാർക്കറ്റിൽ സുലഭമായി ലഭിക്കും. പക്ഷേ ഞാൻ ഇന്ന് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാലും ലഭിക്കത്തില്ല, നിങ്ങൾ മാർക്കറ്റിൽ പോയാലും ലഭിക്കത്തില്ല. ഒരു പ്രമുഖൻ്റെയും ഒരു ഉന്നതൻ്റെയും ഒരു ബിസിനസ്സുകാരൻ്റെ അടുക്കൽ പോയി കൈനീട്ടി നിന്നാൽ അത് ലഭിക്കത്തില്ല. അതെന്താണ്? സമാധാനം. സമാധാനം മാത്രം വില കൊടുത്ത് മേടിക്കാൻ കഴിയുന്ന ഒന്നേ അല്ല. ഹല്ലേലൂയ. അത് ദൈവത്തിങ്കലുള്ള ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ സ്വത്താണത്. അതാണ് കർത്താവ് പറയുന്നത്. ഞാൻ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. കാരണം അത് ലോകത്തിൽ ഒരു മനുഷ്യനും എടുത്തു കളയാൻ പറ്റുന്നതുമല്ല, ലോകത്തിൽ ആർക്കും തരാൻ പറ്റുന്നതുമല്ല. അതുകൊണ്ടാണ് കർത്താവ് അത് ഭയങ്കരമായിട്ടും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അപ്പോൾ ഈ ലോകത്തിലെ ഒരു ടെക്നോളജികൾക്കും, ഒരു മാധ്യമങ്ങൾക്കും, ഒരു മനുഷ്യനും, ഒരു മെഡിക്കൽ സയൻസിനും, ഒരു ബിസിനസ് മേഖലകൾക്കകത്തും ഇത് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമല്ല. ഇത് മുഖാന്തരമാണ് പല ജീവിതങ്ങളും തകർന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, അസ്വസ്ഥതയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി അങ്ങനെയുള്ളവരാണ് ഒരു 99% ഈ ഭൂമിയിൽ തകർന്നുകൊണ്ടിരിക്കുന്നത്. ആരുടെ അടുക്കൽ നമ്മൾ ചെന്ന് ചോദിച്ചാലും അവരുടെ ജീവിതത്തിൽ പലതിനെ ചൊല്ലിയും അവർ അസമാധാനത്തിലാണ്. ഒന്നുകിൽ ആരോഗ്യ സംബന്ധമായി അവർ അസമാധാനത്തിലാണ്, കുടുംബജീവിതത്തിൽ അവർ അസ്വസ്ഥരാണ്. അതുപോലെ സാമ്പത്തിക മേഖലകളിൽ അസ്വസ്ഥരാണ്, തലമുറകളെ ഓർത്ത് അസ്വസ്ഥരാണ്. ഒന്നല്ലെങ്കിൽ വേറൊരു നിലയിൽ നമ്മളൊരു വ്യക്തിയെ പഠിച്ചു നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥത, അസമാധാനം, അസന്തുഷ്ടി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവരുടെ പുറമേയുള്ള ജീവിത രീതികൾ കാണുമ്പോൾ നമുക്ക് തോന്നും വളരെ ഹാപ്പി ആയിട്ടാണ് അവർ നടക്കുന്നത്, വളരെ സന്തോഷത്തോടെയാണ് അവർ പോകുന്നത് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ അവിടെ ഉള്ളറകളിലേക്ക് ചെല്ലുമ്പോൾ, ആ ഭവനത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആഴമായ ഹൃദയത്തിൻ്റെ ആഴമായ അനുഭവങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്ന, ഉടയപ്പെട്ടിരിക്കുന്ന, മാനസികമായി വളരെ വേദനപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാനും കേൾക്കുവാനും കഴിയും. ഒരുപക്ഷെ ഈ ദൂതെന്ന് കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും ജീവിതത്തിൽ മനുഷ്യനെ കാണിപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യന്റെ മുൻപിൽ, മറ്റുള്ള മുമ്പിൽ എല്ലാം മറച്ചു വെച്ച്, എല്ലാം ഒതുക്കി വെച്ച് നിങ്ങൾ ചിരിക്കുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങൾ സന്തോഷം എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങൾ സമാധാനം എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ എവിടെയോ ഒറ്റപ്പെടുമ്പോൾ, എവിടെയോ ഒറ്റയ്ക്ക് നിങ്ങൾ വളരെ തീക്കകത്തൂടെ, വളരെ പ്രശ്നങ്ങളിലൂടെ, വളരെ വേദനകളിലൂടെ, കണ്ണുനീരിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ്. താങ്കളെ നോക്കിയാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ ആശ്വാസകരമായി ദൂത് തന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം മാത്രം മനുഷ്യന് തരാൻ പറ്റുന്നതല്ല. ഏത്? ദൈവിക സമാധാനം. അത് ദൈവം തന്നാലേ ഉള്ളൂ, അത് ദൈവം നമ്മുടെ മേൽ പകർന്നാലേ ഉള്ളൂ. എന്നാൽ നമ്മുടെ സമാധാനത്തെ കെടുത്തുന്ന ഒരു ശക്തി ലോകത്തുണ്ട്, നമ്മുടെ സ്വസ്ഥതയെ കെടുത്തുന്ന ഒരു ശക്തി ഉണ്ട്, നമ്മുടെ ആരോഗ്യത്തെ കെടുത്തുന്ന, നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ സമാധാനം
സമാധാനത്തെ കെടുത്തുന്ന, തലമുറയെ അതിന്റെ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ദുരാത്മമണ്ഡലങ്ങളുണ്ട്. അതാണ് ആമേൻ അപ്പോസ്തലൻ അവിടെ എടുത്തു കാണിക്കുന്നത്. അത് നിങ്ങളുടെ കാൽക്കീഴിലാണ്. ആമേൻ സാത്താൻ നിങ്ങളുടെ കാൽക്കീഴിലാണ്. ആമേൻ സാത്താൻ എപ്പോഴും സന്തോഷം കൊണ്ടുവരികയില്ല. അവനൊരിക്കലും സന്തോഷം തരാൻ പറ്റത്തൂല്ല. കാരണം അവന്റെ കയ്യിൽ അങ്ങനെ ഒരു പാക്കേജ് ഇല്ല, അവന്റെ കയ്യിൽ അങ്ങനെ ഒരു ഗിഫ്റ്റ് ഇല്ല. അവനത് ചെയ്യാൻ പറ്റില്ല. അവനെപ്പോഴും ചെയ്യാൻ പറ്റുന്നത് എന്നെ നിങ്ങളെ നിരാശപ്പെടുത്താനും കരയിപ്പിക്കാനും തകർക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമേ അവന് കഴിയത്തുള്ളൂ. അവന്റെ പക്കൽ അങ്ങനെ ഒരു സന്തോഷമോ സമാധാനമോ, അവന്റെ പക്കൽ അങ്ങനെ ഒരു ആനന്ദമോ ഇല്ല. അവനെല്ലാം കള്ളത്തരമാണ്, അവനെല്ലാം ഭോഷത്വമാണ്, അവനെല്ലാം വ്യാജമാണ് പ്രചരിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവകൃപയുള്ള അഭിഷേകമുള്ള ദൈവശക്തിയുള്ള ഒരു ദൈവ പൈതൽ അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി, അവന്റെ ആലോചനകളെ മനസ്സിലാക്കി, അവന്റെ എല്ലാ പ്രവൃത്തികളെ മനസ്സിലാക്കി അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ഇടയായിത്തീരും. ഇന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ശത്രുവാകുന്നവൻ ശ്രമിക്കുന്നത് നിന്റെ സമാധാനത്തെ തകർക്കുക എന്നുള്ളതാണ്. പിശാച് ശ്രമിക്കുന്നത് ആമേൻ ദൈവികമായ ബന്ധത്തിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയുക എന്നുള്ളതാണ്. ദൈവിക കൂട്ടായ്മയിൽ നിന്ന്, ദൈവ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയുക എന്നുള്ളതാണ്. ഇന്ന് തീരുമാനമെടുക്കേണ്ടത്, എന്ത് വില കൊടുത്തും ആ ദൈവത്തെ ഞാൻ മുറുകെ പിടിക്കും, കർത്താവിനോട് ഞാൻ പറ്റിയിരിക്കും, കർത്താവിന്റെ ഉള്ളം കയ്യിൽ ഞാൻ അമർന്നിരിക്കും, ദൈവത്തിന്റെ പണിശാലയിൽ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കും. ഒരു കാരണവശാലും ദുഷ്ടൻ എന്നെ പറിച്ചു കൊണ്ടുപോകാൻ കഴിയാത്തവണ്ണം, എന്നെ തൊടാൻ കഴിയാത്തവണ്ണം ആ കൃപയ്ക്കകത്ത് ഞാൻ മറഞ്ഞിരിക്കും എന്നുള്ള ആ ഉത്തമ ബോധ്യത്തോടു കൂടെ ദൈവവചനത്തിന്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ശ്രദ്ധിക്കൂ, ആമേൻ. ഇവിടെ പൗലോസ് പറയുകയാണ് സമാധാനത്തിന്റെ ദൈവം. ആമേൻ. ഈ വാക്ക് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആവർത്തിച്ചോളൂ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് നിങ്ങൾ ആവർത്തിച്ചോളൂ. ആമേൻ. സമാധാനത്തിന്റെ ദൈവം. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഉള്ളം ആത്മാവിൽ കത്തുകയാണ്. ഹല്ലേലൂയ. ഒരു കാലത്ത് അസമാധാനത്തിൽ, ആമേൻ, പാപത്തിൽ, പൈശാചിക ബന്ധനത്തിൽ, ശാപത്തിന്റെ പിടിയിൽ കിടന്ന എന്നെയും നിങ്ങളെയും സമാധാനത്തിന്റെ ദൈവം തേടി വന്നു. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് അവൻ നമ്മെ തെരഞ്ഞെടുത്തു വച്ചു. ഹല്ലേലൂയ. ലോകസ്ഥാപനം മുൻപേ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ആമേൻ. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് അവൻ നമ്മെ പേർ ചൊല്ലി, അവൻ നമ്മെ വേർതിരിച്ചു, അഭിഷേകം ചെയ്തു. എത്ര വലിയ ഭാഗ്യമാണ്. ആമേൻ. ദൈവത്തിന്റെ പ്രിയ മക്കളായി തീരുവാൻ കഴിഞ്ഞ ആ ഒരു വലിയ ഭാഗ്യം. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ആ സമാധാനത്തിന്റെ ദൈവം ആമേൻ നമ്മുടെ അപ്പനായി മാറിയത് കൊണ്ട്, നമ്മുടെ സ്നേഹിതനായി മാറിയത് കൊണ്ട് ഇഹലോക ജീവിതം എത്ര ധന്യമാണ്. ആ ക്രിസ്തീയ ജീവിതം ഒരു ആനന്ദമാക്കി മാറ്റാൻ, ആഘോഷമാക്കി മാറ്റാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. എവിടെയൊക്കെയോ സാത്താന്റെ തന്ത്രങ്ങളിൽ, അവന്റെ പ്രേരണകളിൽ, അവന്റെ പദ്ധതികൾക്കകത്ത് നമ്മൾ കുടുങ്ങിപ്പോവുകയാണ്. വചനം ആവർത്തിച്ച് നമ്മെ പ്രബോധിപ്പിക്കുന്നത് അവനോട് എതിർത്ത് നിൽക്കുക, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ആമേൻ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് മനുഷ്യപുത്രൻ ഈ ലോകത്ത് കടന്നു വന്നത്. ആമേൻ. അവന്റെ തന്ത്രങ്ങളെ, അവന്റെ ആയുധങ്ങളെ കാൽവരിയിൽ അടിയറവപ്പിച്ച് നമുക്ക് വിരോധവും പ്രതികൂലവുമായിട്ട് എഴുതിയിരുന്ന കൈയെഴുത്ത് മായിച്ച് അവൻ സമാധാനം ക്രൂശിൽ ഉണ്ടാക്കി തന്നു എന്നാണ് ആമേൻ ലേഖനത്തിൽ പറയുന്നത്. സമാധാനം അവൻ ക്രൂശിൽ ഉണ്ടാക്കി തന്നു. ആമേൻ. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മെ ക്രിസ്തുവിനോടൊപ്പം നമ്മെ ഒന്നാക്കി വച്ചിരിക്കുകയാണ്. ആ ദൈവിക പദ്ധതികൾക്കകത്ത്, ആ ദൈവിക ഉടമ്പടിക്കകത്ത്, ആ ദൈവിക സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് അറിയാം, ആമേൻ, ഈ ക്രിസ്തീയ ജീവിതം, ആമേൻ, ക്രിസ്തുവുമായുള്ള ഒരു ജീവിതം ആനന്ദകരമാണ്. അതൊരു വലിയ സമാധാനകരമായ ഒരു ജീവിതമാണ്. ആരെങ്കിലും ഇന്ന് കടലിളകുന്നത് പോലെ ആമേൻ പ്രതികൂലങ്ങളാൽ, പ്രശ്നങ്ങളാൽ ആമേൻ 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 ഇങ്ങനെ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ഇങ്ങനെ ആമേൻ ഇളകി മറിയുന്ന ഒരു അനുഭവത്തിലാണെങ്കിൽ കർത്താവിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുമാറാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ആ ദൈവിക സമാധാനം ഇറങ്ങി വരുമാറാകട്ടെ. നിങ്ങൾ അസ്വസ്ഥതപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവിക സമാധാനം ഇന്ന് പകൽക്കാലം വെളിപ്പെടുമാറാകട്ടെ. ഒരു സ്വസ്ഥത വെളിപ്പെടുമാറാകട്ടെ. ജോഷുവയുടെ കാലഘട്ടത്തിൽ യുദ്ധമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആമേൻ. ആ സമയത്ത് ജോഷുവ സ്വസ്ഥമായിട്ടിരുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ യുദ്ധം ഏറ്റെടുക്കുകയാണ്. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ യുദ്ധം യഹോവ ഏറ്റെടുക്കുകയാണ്. നിന്റെ കുടുംബത്തിന്റെ റെസ്പോൺസിബിലിറ്റി കർത്താവ് ഏറ്റെടുക്കുകയാണ്. നിന്റെ പ്രശ്നങ്ങൾ ദൈവം ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് ദൈവം നിന്നെ സ്വസ്ഥതയോടെ ഇരുത്തുന്ന ഒരു കാലഘട്ടം ദൈവത്തിന്റെ ആത്മാവെന്നെ കാണിക്കുകയാണ്. ആമേൻ. സ്വസ്ഥതയോടെ നടക്കുന്ന ഒരു കാലഘട്ടം. അവൻ എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് ആമേൻ
നടത്തുന്നു, എന്നെ കൊണ്ടുപോകുന്നു. ആമേൻ. ഇന്ന് പകൽ ആമേൻ തിരമാലകൾ ഒന്നിനു മീതെ ഒന്നായി, ആമേൻ തീജ്വാലകൾ കത്തിജ്വലിക്കുന്ന പോലെ പ്രതിസന്ധികൾ ഒന്നിനു മീതെ ഒന്നായി, വേദനകൾ ഒന്നിനു മീതെ ഒന്നായി, ഒന്ന് മാറുമ്പോൾ വേറൊന്ന് എന്ന ക്രമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന് നേരെ ആമേൻ പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങളുടെ സ്വസ്ഥതയെ കെടുത്തുവാൻ, സമാധാനത്തെ കെടുത്തുവാൻ ശ്രമിക്കുന്നെങ്കിൽ കർത്താവിന്റെ ആത്മാവ് ഈ പകൽ ഇടപെടുന്നു. അങ്ങനെ ശ്രമിക്കുന്ന ദുഷ്ടപിശാചിനെ, അങ്ങനെ ശ്രമിക്കുന്ന ദുരാത്മാവിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കിയിരിക്കുന്നു. ആമേൻ. ദൈവജനത്തിന്റെ കാൽ കീഴിലാക്കിയിരിക്കുന്നു, അതിനെ ചതച്ചിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അവൻ ഇനി അനങ്ങാൻ പറ്റാതെ, അവന്റെ തല ഉയർത്താൻ പറ്റാതെ, ഓൾറെഡി അവന്റെ തല ബ്രോക്കൻഡാണ്, ഓൾറെഡി അവന്റെ തല തകർക്കപ്പെട്ടതാണ്. ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിതത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന, നിന്റെ ജീവിതത്തെ അവൻ കരയിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ആ ദുരാത്മാവിനെ കർത്താവിന്റെ ആത്മാവ് ഇടപെടുകയാണ്, നിന്റെ കാൽ കീഴിൽ ചതച്ചിരിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ദൈവം ചതച്ചു വെച്ചിരിക്കുന്നത്? നീ സമാധാനത്തോടെ നടക്കാൻ, നീ സ്വസ്ഥതയോടെ ഇരിക്കാൻ, നീ അതിന്റെ മേൽ ജയമെടുക്കാനാണ് നിന്റെ കാൽ കീഴിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നങ്ങളും നിങ്ങളുടെ തലയ്ക്ക് മുകളിലല്ല. നിങ്ങൾ ഇന്ന് ഭാരപ്പെടുന്ന ഒരു വിഷയങ്ങളും നിങ്ങളുടെ തലയ്ക്ക് മുകളിലേക്ക് പോകുന്ന വിഷയങ്ങളല്ല. ആമേ. നിങ്ങൾ കടഭാരങ്ങളാകട്ടെ, രോഗങ്ങളാകട്ടെ, കുടുംബത്തിന്റെ പ്രശ്നങ്ങളാകട്ടെ, നിങ്ങളുടെ ബിസിനസിന്റെ വിഷയങ്ങളാകട്ടെ, നിങ്ങളുടെ മിനിസ്ട്രിയുടെ വിഷയങ്ങളാകട്ടെ, നിങ്ങളുടെ തലമുറയുടെ വിഷയങ്ങളാകട്ടെ, ഇതൊന്നും നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ആമേൻ ഒരു ഭാരമായി നിൽക്കുകയല്ല. നിങ്ങളുടെ കാൽ കീഴിൽ കർത്താവ് ഇട്ടിരിക്കുകയാണ്. അതിനെ ചവിട്ടി മെതിക്കാൻ, അതിനെ ചവിട്ടി ജയിച്ച് മുന്നേറാൻ സ്വർഗം നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ ആ ഭയത്തിന്റെ സ്പിരിറ്റിനെ പുറത്താക്ക്, ആ സംശയത്തിന്റെ സ്പിരിറ്റിനെ പുറത്താക്ക്. എന്റെ ദൈവത്താൽ ഇത് കഴിയുമെന്ന് പറ, എന്റെ ദൈവത്താൽ എനിക്കിതിൽ ജയമെടുക്കാൻ കഴിയുമെന്ന് പറ, എന്റെ ദൈവത്താൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പറ. ഈ ചെങ്കടലിനെ വിഭാഗിക്കുന്ന ഒരു അപ്പൻ എന്റെ കൂടെ ഉണ്ട്. ഈ ജെരിഹോവിന്റെ മതിലിനെ തകർത്ത് ഈ പട്ടണത്തെ എനിക്ക് അവകാശമാക്കി തരുന്ന ഒരു നായകൻ എന്റെ കൂടെ ഉണ്ട്. അവന് യോർദാൻ വറ്റിച്ച് മറുകര കയറ്റുന്ന ഒരു ബലമുള്ള കൈ എന്റെ കൂടെ ഉണ്ട്. ഈ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കി എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവത്തിന്റെ അഭിഷേകം എന്റെ കയ്യിലുണ്ട്. ഈ ചങ്ങലകളെ പൊട്ടിച്ച് എന്നെ സ്വതന്ത്രമാക്കുന്ന ആത്മമണ്ഡലം എന്റെ അകത്തുണ്ടെന്ന് വിശ്വസിക്ക്. എന്നിട്ട് ഇന്ന് പകൽ അതിനെ ഏറ്റുപറ. അങ്ങനെ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സ്വസ്ഥതയുടെ അന്തരീക്ഷം, സമാധാനത്തിന്റെ അന്തരീക്ഷം, ആ വിടുതലിന്റെ അന്തരീക്ഷം നമ്മുടെ അകത്തേക്ക് ഉണ്ടാകുവാനിടയായി തീരും. ബൈബിളിൽ ഒരുപാട് ഭാഗത്ത് ആ ദൈവിക പീസ് ആൻഡ് ജോയ്, ദൈവത്തിന്റെ സമാധാനമാണ്, സന്തോഷം ഭയങ്കരമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് ഭാഗങ്ങൾ എന്നെ വളരെയധികം ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ ഹല്ലേലൂയ 15-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ 15, 16 ഈ അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ വളരെ 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 ആശ്വാസം പകരുന്ന കുറെ ദൈവത്തിന്റെ ആലോചനകൾ നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം ഇടയായി തീരും. 16-ാം അധ്യായത്തിന്റെ ആമേൻ 15-ാം അധ്യായം അവിടെ നിൽക്കട്ടെ. 16-ാം അധ്യായത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു. അതിന്റെ 33-ാമത്തെ വാക്യം. ആമേൻ. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 16 വേഴ്സ് 33. കണ്ടോ? ആ വാക്ക് ഇങ്ങനെയാണ്: എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് സമാധാനം ഉണ്ടാകേണ്ടതിന്. അടുത്ത വാക്യം വളരെ നമ്മളെപ്പോഴും പറയുന്നൊരു വാക്യമാണ്. ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ. ആ വാക്യത്തിന്റെ പ്രാരംഭം കണ്ടോ? എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിങ്കലുള്ള സമാധാനം നമ്മളിൽ വരാൻ, നിങ്ങൾ ഉറക്കപ്പെടാൻ, ഞാൻ ഉറക്കപ്പെടാൻ കർത്താവ് പറയുകയാണ്. ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. ആമേൻ. അതല്ലേ കർത്താവ് പറഞ്ഞേ? പച്ചമരത്തോട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഈ ലോകം പച്ചമരമായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ ഉണങ്ങിയ മരമായ എന്നോടും നിന്നോടും എത്ര അധികം ലോകം ചെയ്യുമെന്ന് പറഞ്ഞേച്ചാ കർത്താവ് പോയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ലോകക്കാരല്ലാത്തത് കൊണ്ട് ലോകം നമ്മളെ പകയ്ക്കും. നമ്മൾ ലോകത്തിലെ പല കാര്യങ്ങളുമായിട്ട് കോംപ്രമൈസിലല്ലല്ലോ. പിശാചിന്റെ തന്ത്രങ്ങളോട് നമുക്ക് കോംപ്രമൈസ് ഇല്ലല്ലോ. അതുകൊണ്ട് ലോകത്തിലെ ദുരാത്മമണ്ഡലങ്ങൾ, ഈ ലോകം നമ്മെ പകയ്ക്കും, നമ്മെ പീഡിപ്പിക്കും, നമ്മെ ചാട്ടവാറ് കൊണ്ട് അടിക്കും, നമ്മെ പരിഹാസത്തിലേക്ക് കൊണ്ടുപോകും, നമ്മെ ഒറ്റപ്പെടുത്തും. ഇതൊക്കെ ഉണ്ടാകും. കർത്താവ് അത് പറഞ്ഞിരിക്കുവാണ്. പക്ഷെ എന്നിലുള്ള സന്തോഷം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, എന്നിലുള്ള സമാധാനം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, നിങ്ങൾക്കിതിനെല്ലാം ചിരിച്ചുകൊണ്ട് നേരിടാൻ പറ്റുമെന്ന്, നിങ്ങൾക്കിതിനെല്ലാം അതിജീവിക്കാൻ പറ്റുമെന്ന്, നിങ്ങൾക്കിതിനെല്ലാം ജയാളിയായി ഇതിനെ ജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് കർത്താവ് പറഞ്ഞേച്ചു പോയിരിക്കുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ആമേൻ, എങ്കിലും ധൈര്യപ്പെടണം. ആമേൻ. അതവിടെ ഉണ്ട്. പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്, പ്രതികൂലങ്ങൾ അവിടെ ഉണ്ട്, രോഗങ്ങൾ അവിടെ ഉണ്ട്, കൊടുങ്കാറ്റ് പോലെയുള്ള പ്രതിസന്ധികൾ അവിടെ ഉണ്ട്. കർത്താവ് സമ്മതിച്ചു തരുന്നു. പക്ഷെ എങ്കിലും ഹല്ലേലൂയ, ഇതൊക്കെ അവിടെ ഉണ്ടെങ്കിലും, നമ്മുടെ ചുറ്റുപാടുകളിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും, ഇതൊന്നും നിന്നെ തൊടുകയില്ലെന്നാണ് അതിന്റെ അർത്ഥം. ഇതൊന്നും നിന്നെ സ്പർശിക്കത്തില്ല, ഇതൊന്നും നമ്മെ തൊടുകയില്ല. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഈ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ
ആൾക്കാർ ഒട്ടുമുക്കാലും ഭയത്തിലാണ്. ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള വർത്തമാനങ്ങൾ ഇങ്ങനെ മീഡിയ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലരും ഭയപ്പെടുകയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ പറയും, ഈ ചില താമസിച്ച് മരിക്കാൻ പോകുന്നവർ ആ ന്യൂസ് കേട്ട് ആ സമയത്ത് തന്നെ മരിച്ചു, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ അവർ ഭയപ്പെട്ട് അവരെന്തെങ്കിലും മെന്റലി ഡിസോർഡർ ആയിപ്പോകും. അങ്ങനത്തെ ന്യൂസാണ് ലോകം നമുക്ക് തരുന്നത്. അങ്ങനത്തെ വലിയ 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 സംഭവങ്ങളായിട്ടാണ് നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും കർത്താവിന്റെ ശക്തിയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലുതായി വരുന്ന പ്രശ്നങ്ങളെല്ലാം ദൈവം വളരെ നിസ്സാരമായിട്ട് അങ്ങ് മാറ്റും, നിസ്സാരമായിട്ട് അങ്ങ് അവതരിപ്പിക്കും ദൈവം. ചില മനുഷ്യർ കണ്ടിട്ടില്ലേ, ചെറിയ കാര്യങ്ങൾ വലിയ സംഭവങ്ങളായിട്ടെടുത്ത് നമ്മളങ്ങ് ഭയങ്കരമായിട്ടും ഭയപ്പെടുത്തി നമ്മളെ ആകെപ്പാടെ അസ്വസ്ഥരാക്കുന്ന കണ്ടിട്ടുണ്ടോ? പക്ഷെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളൊന്ന് വന്നു നോക്കിക്കേ, നിങ്ങൾ പറയുന്ന വിഷയങ്ങളെല്ലാം ദൈവം വളരെ നിസ്സാരവൽക്കരിക്കും. ദൈവം അത് ഒന്നും അല്ലാതെയാക്കി നമുക്കത് മാറ്റിത്തരും. അതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ആത്മാവിന്റെ ശക്തി. ഈ ലോകത്തിലെ വർത്തമാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ ഭയപ്പെടുത്തുന്നതാണ്, നമ്മുടെ ഉറക്കത്തെ കെടുത്തുന്നതാണ്, നമ്മുടെ സ്വസ്ഥതയെ കെടുത്തുന്നതാണ്, നമ്മുടെ ബലത്തെ കെടുത്തുന്നതാണ്, നമ്മുടെ ധൈര്യത്തെ കെടുത്തുന്നതാണ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ വചനത്തിന്റെ ശക്തി നോക്കിക്കേ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങൾ ധൈര്യമുള്ളവരും ഭയമില്ലാത്തവരൊക്കെ ആയിരിക്കാൻ പറയുന്ന വാക്കുകളാണ് വചനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരിടത്തും ഒളിച്ചോടാൻ, ഒരിടത്തും നിങ്ങൾ അധൈര്യപ്പെട്ടു പോകാൻ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? 365 പ്രാവശ്യവും ബൈബിളിൽ ആവർത്തിച്ചു പറയുന്ന ഒരു വാക്കാണ് ഭയപ്പെടണ്ട. ഹല്ലേലൂയ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഭയപ്പെടണ്ട, ഈ പെരുവെള്ളം നിന്നെ മുക്കുകയില്ല, ഭയപ്പെടണ്ട, ആമേൻ, ഈ തീജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, ഭയപ്പെടണ്ട, ഞാൻ നിന്നെ കരം പിടിച്ചിരിക്കുന്നു, ഭയപ്പെടണ്ട. ഇത് പറയാൻ, ഇത് അങ്ങനെ തന്നെ ചെയ്യാൻ കഴിവുള്ളവൻ ആമേൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, ഈ ദൂത് കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ, നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, കണ്ണുനീരിന്റെ ആമേൻ അവസ്ഥകൾ കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇതൊന്നും നിങ്ങളെയും എന്നെയും തൊടുകയില്ല, ഇതൊന്നും നിങ്ങളെ തൊടുകയില്ല. കാരണം ഇതിനെ ജയിച്ചവൻ നമ്മോട് കൂടെ ഉണ്ട്. എനിക്ക് ഇങ്ങനെ പറഞ്ഞ് മുൻപോട്ട് നീങ്ങാൻ പരിശുദ്ധാത്മാവ് ഒത്തിരി ആലോചനകൾ എൻ്റെ നാവിന്മേൽ തന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ടൈമിനകത്ത് ഈ എപ്പിസോഡ് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചതിനെ അവസാനിപ്പിക്കും. പക്ഷേ ദൈവിക സമാധാനം തീരത്തില്ല കേട്ടോ. അതൊരു നദി പോലെയാണെന്നാണ് ബൈബിൾ പറയുന്നത്. ഒരു നദി പോലെ നിങ്ങളുടെ അടുക്കലേക്ക് ഇന്ന് ഒഴുകി വരും. പറ്റാത്ത ഒരു ഉറവ പോലെ ഈ സമാധാനം നിങ്ങളുടെ അടുക്കലേക്ക് ഒഴുകി വരും. നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ, അല്ല നിത്യത വരെ തുടരുന്ന ആ ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് ഇന്ന് പകൽക്കാലം നിറഞ്ഞു വരും. ഏത് പ്രതിസന്ധികൾക്കകത്തും സ്വസ്ഥതയോടെ ഇരിക്കാൻ, സമാധാനത്തോടെ ഇരിക്കാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്കും എനിക്കും കൃപ തരുമാറാകട്ടെ. രാപ്പകൽ ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ച് കർത്താവിനെ മാത്രം സ്നേഹിച്ച് ട്യൂൺ ചെയ്യുന്ന ഒരു മൈൻഡായി നമ്മുടെ ഹൃദയം മാറട്ടെ, നമ്മുടെ മൈൻഡ് മാറട്ടെ. ലോകത്തിന്റെ ഒരു കാര്യങ്ങളും നമ്മുടെ മനസ്സിനകത്ത് കയറി കല്ലായ ഒരു ഹൃദയമായി മാറാതെ, ആമേൻ, മറ്റ് മുറിവുകൾ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടായി നാം അസ്വസ്ഥരായി മാറാതെ, ആമേൻ, ഒരു മാംസളമായ ഒരു ഹൃദയം നമ്മുടെ അകത്ത് ദൈവം സൃഷ്ടിച്ചിട്ട്, ആമേൻ, നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിന് ഉടമയായി സമാധാനത്തോടെ ഇരുന്ന് മുന്നോട്ട് പോകാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പുതിയ ദൂതുമായി, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയുമായി ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുമ്പോൾ ഒരു പുതിയ സാക്ഷ്യം നിങ്ങൾ ഇന്ന് കേൾപ്പാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാൻ റെഡിയായിട്ട്, നിങ്ങൾ ആയിരിക്കുന്ന ഏത് മേഖലകളാണെന്നോ ആ മേഖലകൾ ഏതുമാകട്ടെ, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ ഏതാണെന്നോ ആ സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, അവിടെ നിന്നുകൊണ്ട് കർത്താവിനെ ഒന്ന് ഉറക്കെ വിളിക്കുകയോ ഹൃദയം തുറന്ന് യേശോപ്പാ എന്ന് സംസാരിക്കുകയോ ഒക്കെ ചെയ്താട്ട് 2-3 സെക്കൻഡ് കർത്താവുമായിട്ടൊന്ന് ഇടപെട്ടാട്ട് അപ്പാ എന്നൊന്ന് ഉറക്കെ വിളിച്ച് യേശോപ്പന്റെ മാർബിൽ ഒന്ന് ചാര്. കർത്താവിന്റെ ആശ്വാസം നിങ്ങളിലേക്ക് കർത്താവ് ഇന്ന് പകൽ പകർന്നു തരട്ടെ. ആ യോഹന്നാൻ ഹൃദയത്തിന്റെ മാർബിൽ, ആ ഹൃദയത്തിന്റെ ചൂട് അറിഞ്ഞ് ആ മാർബിൽ ചാരി ഇരുന്നത് പോലെ, ചാരി കിടന്നതുപോലെ ആമേൻ, ആ സാന്നിധ്യത്തിനകത്തേക്ക് ഓരോ പ്രിയപ്പെട്ടവരും കടന്നു വാ. സ്വർഗീയ പിതാവേ, ഇന്ന് ദൈവത്തിന്റെ വചനത്തിനകത്തൂടെ ഞങ്ങൾക്ക് വേണ്ടിയ ദൈവശബ്ദം അങ്ങ് കേൾപ്പിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞ കുറേ നാളുകളായി കർത്താവേ, വർഷങ്ങളായി ആമേൻ, സമാധാനം നഷ്ടപ്പെട്ട ആ ജീവിതത്തിൽ പല മേഖലകളും തകർന്ന ഉടഞ്ഞ ചില ജീവിതങ്ങളെ ഞാൻ ആത്മാവിൽ കാണുന്നു. കർത്താവ് അവരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ തട്ടി എഴുന്നേൽപ്പിക്കുന്ന ഒരു നിമിഷമായി ഈ നിമിഷം മാറട്ടെ. ഹല്ലേലൂയ. കർത്താവെ, ജീവിതത്തിൽ പ്രതീക്ഷിക്കപ്പെടാത്ത സമയത്ത് ചില വേദനയുടെ അനുഭവങ്ങൾ കടന്നു വന്നവർ അടിയങ്ങളെ കാണുന്നു, അടിയങ്ങളെ കേൾക്കുന്നു.
ഹല്ലേലൂയ. പ്രതീക്ഷിക്കപ്പെടാത്ത സമയത്ത് ചില നഷ്ടങ്ങൾ, ആമേൻ, പരാജയങ്ങൾ വന്നവർ അടിയങ്ങളെ കാണുന്നുണ്ട്. ആമേൻ, ഉറ്റവരുടെയും ഉടയവരുടെയും ആമേൻ വേർപാടിൽ ഭാരപ്പെടുന്ന ചിലർ അടിയങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ആമേൻ, ശാരീരികമായി കർത്താവ് ചില മാരക രോഗങ്ങൾ ശരീരത്തിന്മേൽ പിടിക്കപ്പെട്ടവർ അടിയങ്ങളെ കർത്താവെ ശ്രദ്ധിക്കുന്നുണ്ട്. ആമേൻ, ജീവിതത്തിൽ ചില തകർച്ചകൾ, ആമേൻ കർത്താവെ വേദനകൾ വന്നവർ അടിയങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഏതെല്ലാം നിലകളിൽ ഭാരത്തോടും വേദനകളോടും അസമാധാനത്തോടും ഇന്ന് വചനം കേട്ടുവോ, അവരുടെ വിഷയങ്ങളുടെ മേൽ പെട്ടെന്ന് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, പെട്ടെന്ന് ഒരു വിടുതൽ സംഭവിക്കട്ടെ, പെട്ടെന്ന് ഒരു സൗഖ്യം ഇപ്പോൾ സംഭവിക്കട്ടെ, പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ ചില ഡോറുകൾ ഓപ്പണായി വരട്ടെ, ചങ്ങലകൾ അഴിഞ്ഞ് അവർ സ്വതന്ത്രരായി മാറട്ടെ. കർത്താവേ, സമാധാനത്തിന്റെ ദൈവം അതിവേഗത്തിൽ അപ്പച്ച അവരുടെ മുൻപിൽ ആമേൻ ആ പൈശാചിക മണ്ഡലങ്ങൾ ഉയർത്തിയിരിക്കുന്ന കോട്ടകൾ തകർന്ന് ആ പൈശാചിക മണ്ഡലങ്ങൾ കെട്ടിവച്ചിരിക്കുന്ന കെട്ടുകൾ അഴിഞ്ഞ് അവർ വിടുതൽ പ്രാപിച്ച് പുറത്തേക്ക് വരട്ടെ പിതാവേ. അങ്ങനെ ഒരു അത്ഭുതം ചെയ്തു തുടങ്ങിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ആ ഭവനത്തിനകത്ത് സ്വസ്ഥത, സമാധാനം ഒരു വെള്ളം ഒഴുകുന്നത് പോലെ ഒഴുകി വരുന്നതിനായി സ്തോത്രം. ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഹൃദയത്തിൽ നിന്ന് ആ കഠിന ഹൃദയം അവൻ ഉടഞ്ഞു മാറി മാംസളമായ ഒരു ഹൃദയം അവൻ സൃഷ്ടിക്കപ്പെടുന്നത് നിങ്ങൾ ആത്മാവിൽ കാണുന്നു. ഒരു പുതിയ ബലം, ഒരു പുതിയ ശക്തി, ഒരു പുതിയ അഭിഷേകം എല്ലാവരുടെ മേലും വെളിപ്പെട്ട കൃപയ്ക്കായി സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കാണും വരെയും ആ കൃപയുടെ മറവിൽ നമുക്ക് മറയാം. May God bless you. Thank you. Thank you.